ഇപ്പോൾ സഞ്ചിത കടം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒരു സഞ്ചിത കടം എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ഇത് 29% നിലനിർത്തണമെന്നുള്ളതാണ് RBIയുടെ നിലവിലുള്ള നിയമം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 16 വരെയുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞാൽ അറിയില്ല, അത് LDF സർക്കാർ UDF സർക്കാർ ഭരിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനത്തെ UDF സർക്കാർ ഭരിച്ചിരിക്കുന്ന കാലം വരെ 29% നിന്ന് 1% പോലും നമ്മൾ മുകളിലോട്ട് പോയിട്ടില്ല. കേരളത്തിൻ്റെ ആ കടമെടുക്കാനുള്ള കഴിവും അതിൻ്റെ എബിലിറ്റീസും ഒക്കെ നമുക്കറിയാമല്ലോ. ചില റേറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, AA, BB, B+ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2010 ഇടപെട്ടോണ്ടേ ഹരി, താങ്കൾ പറഞ്ഞതിനകത്തൊരു വസ്തുതാപരമായ പിശകുണ്ട്. ഈ 2010 അതായത് സംസ്ഥാനത്തിന്റെ GSTPയുടെ കടം ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടമാണെന്ന് അറിയോ താങ്കൾക്ക്? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 2011-16 കാലഘട്ടത്തിൽ അന്ന് 41% വരെ ഉയർന്നു. താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തത്. ഏതായാലും ആ ചർച്ചയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതായാലും ഈ താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ ആരാണ് ഈ ഇത് തയ്യാറാക്കിയത്? അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് തയ്യാറാക്കിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ സ്വാഭാവികമായിട്ട് നോക്കേണ്ടതാണ്. ചിലപ്പോൾ അച്ചടി പിശകോ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയുണ്ട്. അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ് തയ്യാറാക്കിയത്. ഇന്ന് മാധ്യമങ്ങളിലടക്കം ലൈവ് അടക്കം പോവുകയും ചെയ്തതാണ് പിണറായിയുടെ പ്രസംഗം അടക്കം. അതെ, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല വിഷയമാക്കുന്നില്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് വളരെ വസ്തുത, ഈ പേര് തന്നെ എന്താണ്? വസ്തുതകളുടെ ധവളപത്രം എന്നാണല്ലോ. അപ്പോൾ ചർച്ചയിൽ നമുക്ക് വസ്തുതകളിലേക്ക് തന്നെ പോകാം എന്നാണ് കരുതുന്നത്. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കടത്തിന്റെ കണക്ക് സംബന്ധിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്. താങ്കൾ ആരാണ് എന്താണെന്ന് പറയുമ്പോൾ പോലും ഈ കടവുമായി ബന്ധപ്പെട്ട അതിനകത്ത് താങ്കൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഈ 13ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2026 ഏപ്രിൽ തന്നെ ലഭ്യമായ അക്കൗണ്ടന്റ് ജനറലിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 2026, 25, 26 മൊത്തം കടവും ബാധ്യതകളും 4.79 ലക്ഷം കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33.6% മാത്രമാണ്. അതൊക്കെ ഞാൻ വായിച്ചല്ലോ. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഈ സമ്പത്തിനൊക്കെ മറുപടി പറയാൻ ഇടിപ്പുണ്ട്. അതായത് പിന്നെ എങ്ങനെയാണ് ഈ 4.79 ലക്ഷം കടം AGയുടെ കണക്കാണ്, CAGയുടെ ആണ്. അതെങ്ങനെയാണ് 5 ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാവും. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ആധികാരിക വസ്തുത എന്ന് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ഈ ധവളപത്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ഇവിടെ ഇത്തവണത്തെ ഈ ധവളപത്രം തയ്യാറാക്കിയ താങ്കൾ പറഞ്ഞു KM ചന്ദ്രശേഖരൻ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹം മികച്ച IAS ഉദ്യോഗസ്ഥനാണ്, സീനിയറായ IAS ഉദ്യോഗസ്ഥനായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടെ ഈ സ്വകാര്യവൽക്കരണത്തിനൊക്കെ വേഗം കൂട്ടിയ ഉദ്യോഗസ്ഥനുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ധവളപത്രം പരമ്പരാഗതമായി തയ്യാറാക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ഈ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ പങ്കുള്ള ചോദ്യം അങ്ങനെ നിൽക്കുകയാണ് ശ്രീ GV ഹരി. അതുകൊണ്ട് അതിനെ അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല.